എത്ര വർഷങ്ങൾക്ക് മുൻപുള്ള കേസാണെങ്കിലും ഇപ്പോ മറ്റൊരു കേസ് ഉണ്ടായത് 2017 രീതി കറക്റ്റായിരിക്കും. അപ്പൊ അതിനിപ്പോ അത് UDF കാലത്താണെങ്കിലും LDF കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരാളെ കണ്ടില്ലെങ്കിൽ ചോദിക്കാനുള്ള മര്യാദ വന്നില്ലേ? അത് ആ ചോദിക്കുന്ന രീതി കറക്റ്റായിരിക്കും. അപ്പൊ അതില് നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. താൻ ഒരു പൊതുപ്രവർത്തകനല്ലേ ശങ്കരൻ നായരെ? എന്നെക്കാണ് എളുപ്പം തനിക്കല്ലേ? ഞാൻ പറഞ്ഞ ആള് കേൾക്കൂല. അല്ല, കുറ്റം എന്റെ ആണെന്ന് തന്നെ വെച്ചോളൂ. എന്ത് പറ്റി? ഹർഷിനയുടെ കേസ് റിപ്പോർട്ട് തേടൽ മാത്രമാണോ ഉണ്ടായേ? ഹർഷിനയുടെ കേസ് എന്നുണ്ടായതാണ്? വലിയൊരു കുടുംബത്തിൽ പറഞ്ഞ പയ്യനാ. ഈ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെ ജോലിക്ക് വരേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഒരു തമാശയായിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. അല്ല ഹർഷീനയുടെ കേസ് എന്നുണ്ടായതാണ്? ഹർഷീനയാകട്ടെ ഇപ്പൊ 3 കേസാണ് ഈ കാലഘട്ടത്തിൽ എന്റെ അറിവിലുള്ളത്. ഹർഷീനയുടെ പിന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ, അതും ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു കത്രിക വെച്ചതായിട്ട് പത്രങ്ങളിൽ കണ്ടു. ഞാൻ നിന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിവില്ലെന്ന് എനിക്ക് ബോധ്യമായി. മൂന്നാമത്തേത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഹർഷീനയുടെ വിഷയം. ഹർഷീന 2017 അവസാനമായിട്ട് സിസേറിയൻ ചെയ്തത്. വെറുതെ നിന്ന് പ്രസംഗിക്കാതെ. ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ഓർമ്മയുണ്ടല്ലോ. അപ്പോ ഹർഷീന പറഞ്ഞ കാര്യം അതിന് മുൻപാണോ 2017 2014 17 അറിയില്ല എന്നാണ് ആദ്യം ഡോക്ടർമാർ പറഞ്ഞത്. എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. എന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം 2017 എന്ന് ഹർഷീന പറഞ്ഞത് സർക്കാർ അത് മുഖവിലക്കെടുത്തു. അതിനുശേഷം പല അന്വേഷണങ്ങൾ വെച്ചു. പക്ഷെ അതിലൊന്നും എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയില്ല.